അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി തോമസിന്റെ വിവാദങ്ങൾ ഒഴിവാക്കാനാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ വലിയ നിയമപ്രശ്നമൊന്നുമില്ല. ബെന്നി തോമസിന്റെ സ്വന്തം തീരുമാനം അനുസരിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ ഈ രാജി എന്ന ചോദ്യത്തോട് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പ്രതികരിച്ചില്ല. അത് ബെന്നി തോമസ് ഈ വിവാദങ്ങളെല്ലാം മാധ്യമങ്ങളിലും ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ആ വിവാദങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെയും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആ ചുമതലയിൽ നിന്നുള്ള രാജിക്കത്ത് നൽകി. ഇതൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഞാനതിൻ്റെ ലീഗൽ ആസ്പെക്റ്റ് പഠിച്ചു. ഇതിനെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിന് യോഗ്യതയോ അയോഗ്യതയോ ഒന്നും അവിടെയും പറഞ്ഞിട്ടില്ല. നിയമപരമായിട്ടൊരു തടസ്സമില്ലെങ്കിൽ അങ്ങനെ ഒരു യോഗ്യനായ ഒരാളെ നീക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ആരുടെയും സമ്മർദ്ദമില്ലാതെ രാജിവെച്ചു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? സണ്ണി ജോസഫ് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം വലിയ വിവാദങ്ങളായതിന് പിന്നാലെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബെന്നി തോമസിന് രാജിവെക്കേണ്ടി വന്നത്. സണ്ണി ജോസഫ് അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ ന്യായീകരിക്കുന്നുണ്ട്. ഈ നിയമനത്തിൽ തെറ്റൊന്നുമില്ല. ബെന്നി തോമസ് യോഗ്യനായ ആൾ തന്നെയാണ്. ഉളിക്കലിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ പല സ്ഥാനങ്ങളും അദ്ദേഹം വഹിക്കുന്നുമുണ്ട്. മാത്രമല്ല മണ്ഡലം അറിയുന്ന, തനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യപ്രാപ്തിയുള്ള ഒരാളെ ആ പൊസിഷനിൽ നിയമിക്കണം. അതുകൊണ്ടാണ് ബെന്നി തോമസിനെ നിയമിച്ചതെന്നാണ് സണ്ണി ജോസഫ് ന്യായീകരിക്കുന്നത്. പക്ഷേ നടന്നത് ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തോട് സണ്ണി ജോസഫ് പ്രതികരിക്കാൻ തയ്യാറായില്ല. അത് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. നിലവിൽ ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ തുടർ പ്രവർത്തനങ്ങൾ തടസ്സമുണ്ടാകാതെ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ബെന്നി തോമസ് തന്നെയും മുഖ്യമന്ത്രിയെ അറിയിച്ച ശേഷം രാജിക്കത്ത് എഴുതി നൽകി എന്നാണ് സണ്ണി ജോസഫ് ഇപ്പോൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.